എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല ആ ഷോ. അത് വേറൊന്നും കൊണ്ടല്ല, മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ് നമ്മുടെ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടം. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നപ്പോ ബിഗ് ബോസിന്റെ ഭയങ്കര ഭാഗ്യമാണ്. അതാര് ദൈവാനുഗ്രഹമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു. ഇത് നമ്മുടെ ശാരിക ചേച്ചി. ശാരികെ നിന്നെ കാണാൻ ഇന്റർവ്യൂ തപ്പി വന്നു, അപ്പോൾ കാണുന്ന കാഴ്ച എന്തൊരു അഹങ്കാരം. അതായത് ശാരിക കെ ബി സീസൺ 7-ൽ, അതായത് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് കപ്പുമായിട്ട് അന്യമോള് പോയി. പക്ഷേ പുറത്തിപ്പോഴും ബിഗ് ബോസ് കളിക്കുന്ന, പുറത്തിപ്പോഴും ഒരു എന്താ പറയേണ്ടത്, അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അനുമോള് കപ്പടിച്ച് പോയത്. അത് കാരണം നാട് നീളെ നടന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാ ചാനലുകളും കയറിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശാരിക കെ വി. ആൾ നല്ലൊരു മനുഷ്യത്തിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് എന്താണെന്നറിയില്ല, കുറച്ചൊരു എന്താ അസൂയ, കുറച്ചൊരു ഒരു കണ്ണിക്കടി, ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു പാവം ചേച്ചിയാണ്. അപ്പോൾ ഈ ചേച്ചി ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അനുമോളെ ഒരുപാട് കുറ്റം പറയുന്നത്, പറഞ്ഞോട്ടെ, നോ ഇഷ്യൂസ്. അനുമോളെ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്, അനുമോളെ കുറ്റം പറയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അനുമോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നുണ പറഞ്ഞു, പുറത്തും നുണ പറഞ്ഞു, ഉള്ളിലും നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി ബിഗ് ബോസ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇരുന്ന ഈ ചേച്ചി പിന്നെന്തിന് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി? അതാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ ചേച്ചി ഇരുന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചു ആദ്യം. അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള പരിപാടിയല്ല, ബിഗ് ബോസ് ഭയങ്കര പ്രശ്നമാണ്, അവിടെ ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ്, അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല ആ ഷോ. അത് വേറൊന്നും കൊണ്ടല്ല, മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ് നമ്മുടെ എനിക്ക് ഈ ചേച്ചി ഇതെല്ലാം പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ലാലേട്ടനോട് എന്താണ് പറഞ്ഞത്? ലാലേട്ടൻ എന്താ പറഞ്ഞ ചേച്ചി? ബിഗ് ബോസ് ഒട്ടും ഇഷ്ടം. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നപ്പോ ബിഗ് ബോസിന്റെ മുഖത്തെ ഒരു ഇതെല്ലാം കണ്ടോ? ലാലേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും ചുറ്റെല്ലാം നോക്കി പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു. ഭയങ്കര ഭാഗ്യമായിരുന്നു. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു. എന്നിട്ട് ചേച്ചി വെറുതെ കളവ് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളത് കളവ് പറഞ്ഞു. അപ്പൊ അതവിടെ നുണയാണേ ആണല്ലോ. ചിലവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. സത്യം പറയാലോ, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ചേച്ചീൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത്. അതായത് ചിലരുടെ ഓവർ കോൺഫിഡൻസും എന്താ പറയുക ഞാനെന്ന ഭാവവും, അത് കണ്ടപ്പോഴാണ് എനിക്കും ചേച്ചീൻ്റെ വീഡിയോ ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. അപ്പം നമ്മളെല്ലാം ചോദിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു ചോദ്യം ഈ അവതാരകൻ തന്നെ നമ്മുടെ ശാരികനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. മറ്റൊരു സ്ത്രീ ജയിക്കുന്നത് ഇഷ്ടമില്ല അല്ലെങ്കിൽ വളർന്നു പോകുന്നത് ഇഷ്ടമില്ല എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. ചേച്ചിക്ക് സത്യത്തിൽ അസൂയ മൂത്തിട്ടാണോ അത്? അനുമോളെ കണ്ടിട്ടോ? അതെന്താ അത് ചിരിക്കാനുള്ള ചോദ്യമല്ലല്ലോ. എനിക്കിത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കോടാ ഞാൻ? എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, PR കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അദമ്യമായ ഭ്രാന്തമായ ആവേശം എനിക്ക് ബിഗ് ബോസ് കപ്പിനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട് പണയം വെച്ചാലും ഞാൻ PR കൊടുത്ത് പോയേനെ. എന്റെ വീട്ടിൽ PR തിരക്കി വന്നപ്പോൾ എന്റെ ബ്രദർ പറഞ്ഞു വിട്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരൊറ്റ മാധ്യമ പ്രവർത്തകർക്കും ആരെങ്കിലും PR-ന് വന്നാൽ അടിച്ചോടിച്ചേക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ദിവസം യഥാർത്ഥ ശരിയായിട്ട് നിൽക്കാൻ പോയത് അവിടെ. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ശാരിക ആയിരുന്നു എന്നാണ് ശാരിക പറയുന്നത്. അപ്പോൾ പുറത്തുള്ളതായിരിക്കും ഫേക്ക് അല്ലേ? കാരണം ഉള്ളിലുണ്ടായിരുന്ന ശാരിക എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശാരികയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഈ പറയുന്ന അവതാരകൻ ചോദിച്ച പോലെ തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ വിജയിക്കുന്ന കാണുമ്പോഴുള്ള ആ ഒരു 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 എന്തോ ഒരു വിഷമം, അതാണ് ഇവിടെ കാണിച്ചത്. പക്ഷേ ശാരിക സമ്മതിക്കുന്നില്ല. ശാരിക പറയുന്നത് എനിക്ക് എന്ത് കണ്ടിട്ട്, അനുവിൻ്റെ എന്ത് കണ്ടിട്ട് വേണം ഞാൻ അഹങ്കരിക്കുക, എന്താ പറയുക, അസൂയപ്പെടാൻ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ നാട് നീളെ നടന്നിങ്ങനെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സാധാരണക്കാരായ നമുക്ക് തോന്നുന്നുണ്ട്, അയ്യേ ഇതെന്തോന്നിത്, കപ്പും കൊടുത്ത് വീട്ടിലും വിട്ട് പിന്നെ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇങ്ങനെ PR. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
നിങ്ങൾക്കിപ്പോൾ ഒരു 30 ലക്ഷം രൂപ PR കൊടുത്തിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ട് 90 ദിവസമൊക്കെ നിന്നേനേന്ന്. അത് PR-ന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 90 ദിവസം വരെയൊക്കെ നിന്നേനേന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് ശാരിക തന്നെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. നീ കളിച്ച് ജയിച്ചിറങ്ങി വന്നു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ PR കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ കുറെ കൂടെ, അതായത് ഒരു 90-95 ഡേയ്സ് ഒരു പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. എനിക്കത് വേണ്ടടാ. ശാരിക പുറത്തായെങ്കിലും അകത്തായാലും ശാരിക കളിച്ച് ജയിച്ചെന്ന് കേട്ടാൽ മതി എനിക്ക്. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മുടെ പോണ്ട PR ചെയ്തിട്ടല്ലേ ശാരിക നീ കിട്ടിയെന്ന് കേൾക്കണ എനിക്ക് താല്പര്യമില്ലത്. അന്തസ്സായിട്ട് നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. എടാ നമുക്ക് ഒരു പ്രാവശ്യം ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂടാ. അങ്ങനെ മരിച്ചാ പോരെ. 100 വട്ടം ലൈഫ് ലോങ് നമ്മൾ ചുമക്കണ്ടടാ ഈ സാധനം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജ് ഒരുത്തം വിളിച്ചു പോയപ്പോൾ, പ്രത്യേകിച്ച് ഈ സൈബർ മാധ്യമങ്ങളോടത്തോളം കാലം നമ്മൾ കേൾക്കേണ്ടി വരും. ഈ കൂടുതൽ പ്രസംഗിക്കേണ്ടി, നീ നന്മവരൊന്നും കളിക്കേണ്ടി. ഇപ്പോഴും ഞാൻ ഹോട്ട് സീറ്റിൽ നേരെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും. അപ്പൊ നീ ഇനി ബിഗ് ബോസിൽ കൂടുതൽ ഞാൻ അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ അത്രയും ദിവസം നിന്നിരുന്നെങ്കിൽ. നമ്മൾ ഈ പുറത്തുനിന്ന് കളി കണ്ട ആളെന്നുള്ള നിലയിൽ നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു 10-35 ലക്ഷം രൂപ PR-ന് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും വെറുതെ പൈസ കളയാന്നുള്ളൂ. വീട് പണയം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, വെറുതെ വീട് പോവും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഏതായാലും അത് ചെയ്യാണ്ടിരുന്നത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പൈസ അതിനകത്ത് കൊടുത്ത് PR ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ കാണുന്നവർക്ക് ഇഷ്ടപ്പെടണം. അതായത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഈ പല വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഈ PR-ന് 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇതെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിരുന്ന് ഇങ്ങനെ നാട് നീളെ വന്നിരുന്നിട്ട് അയ്യോ ഞാൻ PR കൊടുക്കാത്തതുകൊണ്ട് കപ്പടിച്ചില്ലേ, അയ്യോ ഞാൻ PR കൊടുക്കാത്തതുകൊണ്ട് നേരത്തെ വന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു 50 ലക്ഷം രൂപ PR കൊടുത്താലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ അവിടെ കളിക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് മോങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ശാരിക ഈ കള്ളങ്ങളെക്കുറിച്ച് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശാരിക പറയുന്നു അനുമോള് കള്ളം പറഞ്ഞു. അനുമോള് പറഞ്ഞ കള്ളം എന്താണെന്ന് ശാരിക പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അനുമോള് ബിഗ് ബോസിൻ്റെ ഹൗസിൻ്റെ ഉള്ളിൽ പറഞ്ഞു കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസിൻ്റെ പുറത്ത് അനുമോൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ കുക്ക് ചെയ്യാൻ അറിയാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ശാരിക പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശാരിക ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല, ബിഗ് ബോസിനെ എനിക്ക് ദേഷ്യമാണ്, എനിക്ക് മാന്തും, എനിക്ക് ബിഗ് ബോസുമായിട്ട് എനിക്ക് ഒന്നും ഇഷ്ടമല്ല, ബിഗ് ബോസിനെ എനിക്ക് എൻ്റെ ലൈഫിലേ ഇഷ്ടമല്ല, ബിഗ് ബോസിൽ ഭയങ്കര ഒച്ചപ്പാടാണ് ബഹളമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ബിഗ് ബോസിലല്ലേ ശാരികേച്ചി പോയത്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ഇതൊക്കെ വലിയ കള്ളമാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ മിക്കവരും കള്ളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം മാത്രം എടുത്തിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അനുമോളെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ അനുമോള് പാവമാണെന്നോ അനുമോള് നല്ലവളാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പറയുമ്പം ഇതേപോലെ വന്നിരുന്ന് ശാരിക ചേച്ചിയെല്ലാം വന്നിരുന്ന് പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ശാരിക ചേച്ചിക്കും പറയാനുള്ള യാതൊരു യോഗ്യതയില്ല എന്നുള്ള കാര്യം സ്വയം ഒന്ന് ഓർത്താൽ കൊള്ളാം. പിന്നെ അടുത്തത് ചേച്ചീൻ്റെ വേറൊരു കള്ളം നമ്മുടെ ആങ്കർ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയത് നാത്തൂൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ്, എനിക്ക് ഇഷ്ടമില്ലാണ്ട് പോയതാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആങ്കർ പറയുന്നുണ്ട് അതൊന്നും അല്ല, ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ട് തന്നെ പോയതാണ്, ചേച്ചി ഇത് പണ്ട് മുതലേ നോക്കുന്നതാണെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെന്ന് ആങ്കർ തന്നെ പറയുന്നുണ്ട്. ആഗ്രഹിച്ചു പോയതല്ല ഞാൻ, എന്റെ നാത്തൂന്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത്. ഞാൻ അവർക്ക് അയച്ചിട്ടുള്ളൂ. അവരവിടെ ഇപ്പോഴും കിടപ്പുണ്ടോ പേഷ്യന്റിന് അവിടെ. സീസൺ 6 ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് അറിയണം നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, എനിക്ക് അവിടെ നിന്ന് 2 വലിച്ചു കിരണം എന്നാണ് ഞാൻ അവർക്ക് ഓഡീഷൻ കൊടുത്തത്. എനിക്ക് 100% അറിയാം ചേച്ചി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഇല്ല ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. വ്യക്തിപരമായിട്ട് ആങ്കർ അങ്ങനൊന്നും ചോദിക്കരുത്. അയ്യോ ചേച്ചിക്ക് ഇഷ്ടപ്പെടൂല. വ്യക്തിപരമായിട്ട് അറിയാമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിക്ക് ആകെ അയ്യോ ഇവനോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോകണം എന്നുള്ളത്, അയ്യോ പെട്ടുപോയോ. അപ്പോൾ ഇതാണ് ചേച്ചി ഇപ്പം പറയുന്ന കാര്യം മറന്നുപോയി, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം പറയുന്ന ഈ കാര്യം ചേച്ചി കുറേ നാൾ കഴിയുമ്പോൾ മറന്നുപോകും. ഈ സംഭവം തന്നെയാണ് പരിപാടി. ഓക്കെ, ഇതിനും നമ്മൾ കളവ് അല്ലെങ്കിൽ നുണ എന്നൊക്കെ തന്നെയാണ് പറയുക. അപ്പം ചേച്ചിക്ക് PR ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അവിടെ മലമറിച്ചേനെ എന്നാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത്. പക്ഷേ 10-35 ലക്ഷം രൂപ ചേച്ചി കൊടുത്തിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിലും ചേച്ചി നന്നായിട്ട് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്ബറിനെ പോലെയോ അല്ലെങ്കിൽ ബിന്നീനെ പോലെയൊക്കെ കണ്ടോ, ബിന്നി ഉണ്ടല്ലോ 10-12 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, 10 ലക്ഷമോ അച്ഛൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്തായി, പെട്ടെന്ന് പുറത്തേക്ക് വന്നില്ലേ? അത്രയേ ഉള്ളൂ. അതായത് പൈസ എത്ര വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല,
അത്യാവശ്യം അവിടെ കണ്ടന്റ് എല്ലാം കൊടുത്ത് അത്യാവശ്യം ഇതേപോലുള്ള ബിഗ് ബോസ് അല്ലേ, അവിടെ നന്മമരം ചമയാൻ വേണ്ടി പോകുന്നൊന്നല്ലല്ലോ. അത്യാവശ്യം നുണയും കാര്യങ്ങളൊക്കെ പറയും, അതിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ നിന്നെങ്കിൽ മാത്രമേ PR ഉണ്ടെങ്കിലും 90 ദിവസം 99 ദിവസം അല്ലെങ്കിൽ കപ്പടിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ കപ്പടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കപ്പ് വെച്ചിരിക്കുന്നിടത്തുനിന്ന് അത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിഞ്ഞിട്ട് ഇതാക്കാന്നൊക്കെ വിചാരിക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അതായത് അവർ നുണ പറഞ്ഞിട്ടാണ് കപ്പ് മേടിച്ചത്, അവർ PR കൊടുത്തിട്ടാണ് കപ്പ് മേടിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട്, അതായത് അനുമോളുടെ വീട്ടിൽ പോയിട്ട് ആ കപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് വരാമെന്നൊക്കെയുള്ള ചിന്തയിലൊന്നും ഇരുന്ന് ഇങ്ങനെ തള്ളാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ശാരീരിക ചേച്ചി ഇങ്ങനെ നാട് നീളെ നടന്നെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ. അതായത് ഫസ്റ്റ് അടിച്ചവരും സെക്കൻഡ് അടിച്ചവരും ഒന്നും ഇതുവരെ ഇങ്ങനെ മര്യാദയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തു കണ്ടില്ല. പക്ഷേ ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച എല്ലാം പുറത്ത് പോയവർ 3, 4, 5 ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലൊക്കെ 4 ആൾ ഓർത്തിരിക്കണ്ടേ അല്ലേ? നല്ല കാര്യം. എന്തായാലും കൊള്ളാം. എന്താണ് നിങ്ങൾക്ക് ശാരിക ചേച്ചീനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശാരിക ചേച്ചി നല്ലൊരു ചേച്ചി തന്നെയാണ്, നല്ല എന്താ പറയുക, നല്ല ബോൾഡായിട്ടുള്ളൊരു ചേച്ചി തന്നെയാണ്. പക്ഷേ ഇതേപോലെ കുറച്ചൊരു എന്താ പറയുക, മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരു ഇവിടെ എന്തോ ഒരു നെഞ്ചിനെന്തോ ഒരു വേദന എന്നൊക്കെ പറയൂലേ, അതേപോലെ ഒരു വേദന, അത്രയേ ഉള്ളൂ.